അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിച്ചു തന്ന പല വിഷയങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ലഭിച്ച രാജവാഴ്ചയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ പിശാചുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ച തെറ്റായ വാർത്തകൾ എന്തൊക്കെയായിരുന്നു എന്നതും നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകളിലൂടെ ഒരു പരീക്ഷണം എന്ന നിലക്ക് സിഹറുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ ഇറക്കിക്കൊടുത്തത്, അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇന്ന് നമ്മൾ ഈ ആയത്തിന്റെ 6-ാമത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സിഹറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബാബിലോണിലേക്ക് വന്ന 2 മലക്കുകൾ അവർ സിഹറിനെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ഈ വിഷയം ജനങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഒരാൾക്കും അവർ 2 ആളും പഠിപ്പിച്ചിരുന്നില്ല. ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫ്ർ ചെയ്യരുത്, നീ അവിശ്വസിച്ചു പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും ഈ 2 മലക്കുകളും പഠിപ്പിച്ചിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മലക്കുകൾ ബനു ഇസ്രായേലിനോട് നിങ്ങൾ സിഹർ ഉപയോഗിക്കരുത്, അത് കുഫ്റാണ് എന്ന് ഈ മലക്കുകൾ പറയാൻ കാരണം? ഈ വിഷയം വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ. ഈ വിഷയത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പിശാചുക്കളെ പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് സഹോദരങ്ങളെ വാസ്തവത്തിൽ സിഹർ എന്ന് പറയുന്നത്. ഇമാം അഹ്മദും അബൂദാവൂദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, من اقتبس من علم النجوم لغير ما ذكر الله فقد اقتبس شعبة من السحر. ആരെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കാൻ ഉപയുക്തമായ വല്ല കാര്യത്തിനും വേണ്ടിയല്ലാതെ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും വല്ലതും പകർത്തിയാൽ ഒരു വക സിഹറാണ് അയാൾ പകർത്തിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുനജ്ജിമു കാഹിനുൻ, ജ്യോത്സ്യൻ പ്രശ്നം വെക്കുന്നവനാണ്, വൽ കാഹിനു സാഹിറുൻ, പ്രശ്നം വെക്കുന്നവൻ മാരണക്കാരനാണ്, സാഹിറാണ്, വസാഹിറു കാഫിറുൻ, മാരണക്കാരൻ അവിശ്വാസിയാണ്, കാഫിറാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രയെത്ര ആളുകളാണ് ഭാവി അറിയുവാനും പ്രശ്നം നോക്കുവാനും ഒക്കെ മാരണവിദ്യ പഠിച്ച ഈ സാഹിര്യങ്ങളുടെ അടുക്കലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ആരെങ്കിലും ജ്യോതിഷ ശാഖകളിൽ നിന്ന് വല്ലതും അഭ്യസിച്ചാൽ അയാൾ സിഹറിൽ നിന്നും ഒരു ഭാഗമാണ് അഭ്യസിച്ചെടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ ജ്യോതിഷം അഭ്യസിച്ചെടുക്കുന്നത് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാരണം ചെയ്തതിനുള്ള പാപവും വർദ്ധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഗൈബിയായ കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ മറഞ്ഞ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും എന്തെങ്കിലും കളങ്ങളോ കരുക്കളോ ഉപയോഗിച്ച് പ്രശ്നം നോക്കുകയും ചെയ്യുന്ന സാഹിറുകളായ ആളുകളെ സമീപിക്കുകയും എന്നിട്ട് അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നത്, അത് വളരെ വലിയ ഒരു തിന്മയായിട്ടാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു
ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്നിട്ട് അയാളോട് വല്ലതിനെ കുറിച്ചും ചോദിക്കുകയും എന്നിട്ട് ജ്യോത്സ്യൻ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല, അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇനി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രശ്നം നോക്കുന്നവരെ പറ്റി ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് അവർ ഒന്നുമല്ല എന്ന്. ആ പ്രശ്നം നോക്കുന്ന ആ കാഹിനുകളായ ആ ആളുകളുണ്ടല്ലോ അവരൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ആ സ്വഹാബികൾ, ആ ചോദിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇൻ യകൂനു ഹഖ്ഖാ, അല്ലാഹുവിന്റെ പ്രവാചകരെ ചില അവസരങ്ങളിൽ അവർ ചിലതൊക്കെ പറയുന്നത് അത് ശരിയാകുന്നുണ്ടല്ലോ, അത് ഹക്കായിട്ട് തോന്നുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് അവർ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ശരിയാകുന്ന വാക്ക് അത് ജിന്ന് കവർന്നെടുത്തിട്ട് അതിന്റെ ബന്ധുവിന്റെ ചെവിയിൽ കോഴി കുറുകുന്ന പോലെ കുറുകി കൊടുക്കുന്നതാണ്. എന്നിട്ടോ 100-ലധികം കള്ളം അതിൽ ആ സാഹിറായ വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഈ പ്രശ്നം നോക്കുന്ന ആളുകൾ അവർ ഏത് പേരിൽ അറിയപ്പെടുന്നതാകട്ടെ, അവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന പലതും ശരിയാകുന്നുണ്ടല്ലോ എന്ന ന്യായീകരണം പറയുന്നവർ, അവർ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. അതെല്ലാം പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്തരം ആളുകൾ പറയുന്ന വാർത്തകൾ അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിം നോക്കേണ്ടത്, മറിച്ച് ഇസ്ലാമിക ശരീഅത്ത് അത് വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന, ഇസ്മിന്റെ പണിക്കാരെ സമീപിക്കുന്ന ഒരു പ്രവണത ഒരു സത്യവിശ്വാസിയായ മുസ്ലിമിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും ഈ പ്രശ്നം നോക്കുന്ന ആളെ സമീപിച്ച് അയാൾ പറഞ്ഞത് വിശ്വസിച്ചാൽ മുഹമ്മദിന് അവതീർണമായതിൽ, അതായത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഇസ്ലാം കുഫറാണ് എന്ന് പഠിപ്പിച്ച ഒരു വിഷയമാണ് ഈ സിഹ്റും അതുമായി ബന്ധപ്പെട്ട പൈശാചികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും. അതുകൊണ്ടാണ് ബാബിലോണിൽ വന്ന ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകൾ അവർ സിഹ്ർ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇത് കുഫറാണെന്നാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഒരാൾക്കും അവർ രണ്ടാളും പഠിപ്പിച്ചിരുന്നില്ല, ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ കുഫർ ചെയ്യരുത് എന്ന് പറയാതെ ഒരാൾക്കും അവർ രണ്ടാളും പഠിപ്പിച്ചിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പോ ഈ 2 മലക്കുകൾ അവർ അത് പഠിപ്പിച്ചത് ഒരു പരീക്ഷണം എന്ന നിലക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്, ഇത്രയും ഗൗരവമായ ഒരു തിന്മയായ സംഗതി അത് മലക്കുകൾ ബനി ഇസ്രായേലിയർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാഹചര്യവും കാരണവും ഒക്കെ എന്തായിരുന്നു എന്ന് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.